അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കാത്ത വിഷയങ്ങളെ മത നിയമങ്ങളായി മനസ്സിലാക്കുകയോ പഠിപ്പിക്കുകയോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ ആയത്താണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന കള്ള ത്വരീഖത്തിൻ്റെ ആളുകളെക്കുറിച്ചും മശായിഖന്മാരും നേതാക്കളുമായി ചമഞ്ഞ് നടക്കുന്നവരെക്കുറിച്ചും ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞ പാരഗ്രാഫിൽ ബഹുമാനപ്പെട്ടവർ വിവരിച്ചത്. അതിന് തെളിവായി ഉദ്ധരിക്കപ്പെട്ട ആയത്തിൻ്റെ ആശയം അംലഹും ശുറക്കാവു ശറഊലഹും മീനദ്ദീനി മാലം യഅ്ദൻ ബിഹില്ല, അള്ളാഹുവിൻ്റെ അനുവാദവും അറിയിപ്പും ഇല്ലാതെ ശറഇൻ്റെ നിയമങ്ങളെ ഉണ്ടാക്കാൻ അള്ളാഹുവിനെ കൂടാതെ വേറെയും കുറേ ദൈവങ്ങളെ അവർക്കുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നിയമമുണ്ടാക്കി കൊടുക്കാൻ അവർക്ക് അനുസരിക്കപ്പെടേണ്ട വല്ലവരും ഉണ്ടോ? അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, ദീനിൻ്റെ ഏതെങ്കിലും ഒരു വിഷയം അള്ളാഹുവിൻ്റെ നിർദ്ദേശവും വഹ്യുമില്ലാതെ പ്രഖ്യാപിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ദീനിൻ്റെ എന്തെങ്കിലും ഒരു വിഷയം പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ വഹയില്ലാതെ പറയാൻ ഒരു നിർവാഹവും ഇല്ല എന്നിരിക്കെ പരിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബത്തുൽ കിറാമോ പഠിപ്പിക്കാത്ത അഥവാ വാജിബാണെന്ന് പറയാത്ത വിഷയങ്ങളെ വാജിബാണെന്നോ സുന്നത്താണെന്ന് പഠിപ്പിക്കാത്ത വിഷയങ്ങളെ സുന്നത്താണെന്നോ അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ച വിഷയങ്ങളെ അനുവദനീയമാണെന്നോ പറയാൻ ലോകത്ത് ഒരു സൃഷ്ടിക്കും അധികാരമില്ല, ഒരു വ്യക്തിക്കും അതിന് അവകാശമില്ല എന്ന് നേരത്തെ നാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അബൂ ശാമ റഹിമഹുല്ലാ ചീത്ത ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനമായി വിവരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയും ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമായ കുറേ ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ കാലത്തിനു മുമ്പ് തന്നെ ജീവിച്ചിരുന്നു. അതാണ് ഈ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ വിവരിച്ചിട്ടുള്ളത്. വബിഹാദിഹി തുർക്കി വ അംസാലിഹ കാന മബാദി ളുഹൂരിൽ കുഫ്രി മിൻ ഇബാദത്തിൽ ഔസാനി, ഇത്തരം ചില പ്രവർത്തനങ്ങൾ ചില നേതാക്കന്മാരെന്ന് സാധാരണക്കാരായ ആളുകൾ ധരിക്കുന്ന മശായിഖന്മാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചില ആളുകളിൽ നിന്നും ഉണ്ടായ കാരണം കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾക്ക് വിരുദ്ധമായി വിഗ്രഹാരാധനയും അവിശ്വാസങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിലേക്ക് പൂർവകാല വിശ്വാസികളിലേക്ക് കടന്നു വന്നത് എന്ന കാര്യവും കൂടി ബഹുമാനപ്പെട്ടവർ ഇവിടെ ഉണർത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ലോകം സൃഷ്ടിച്ചതും ഇബാദത്ത് ചെയ്യാൻ അർഹനായും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ പിന്നെ എന്തും ചെയ്യാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റായ പലതും ധരിപ്പിക്കുകയും തെറ്റായ പലതും പ്രവർത്തിക്കാൻ അനുവാദം നൽകുകയും ചെയ്ത് അതിര് വിട്ടുകൊണ്ട് പലരും പലതും ചെയ്യുന്നതും ഇപ്പോൾ നിയന്ത്രണത്തിന് പുറത്തു പോയപ്പോൾ കൈമലർത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ടവർ ഇവിടെ വിവരിക്കുന്നു, ഇത്തരം ചില പ്രവർത്തനങ്ങളാണ് കാന മബാദി ഈ ളുഹൂരിൽ കുഫ്രി മിൻ ഇബാദത്തിൽ ഔസാൻ, വിഗ്രഹാരാധനയാകുന്ന കുഫ്ർ തുടങ്ങാനുള്ള കാരണം തന്നെ ഇത്തരം വിഷയങ്ങളായിരുന്നു. അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമല്ലാത്ത പല വിഷയങ്ങളെയും ഇസ്ലാമിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ച വിഷയങ്ങളൊക്കെ ഇസ്ലാമികമായി ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളെ ഷിർക്കിലേക്ക് പോകാനുള്ള വഴികളിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം ചില ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാ നമുക്കിവിടെ വിവരിച്ചു തരുന്നത്. വമിൻ ഹാദൽ ഖിസ്മി ഐദൻ മഖദ് അമ്മ ബിൽ ഇബ്തിലാ ബിഹി മിൻ തസീൻ ശൈത്വാനി ലിൽ ആമത്തി തഖ്ലീഖൽ ഹിയത്താനി വൽ ഉമുദി വസൂർജ മവാദിയ മഖ്സൂസ ഫീ കുല്ലി ബൽദിൻ യഹ്കി ലഹും ഹാക്കിൻ അന്നഹു റആ ഫീ മനാമിഹി ബിഹാ അഹദൻ മിമ്മൻ ശുഗ്ര ബിസ്സലാഹ്. ലോകത്ത് ധാരാളം ആളുകൾ പിഴവിൽ അകപ്പെട്ട വളരെ അമ്മൽ ഇബ്തിലാ വലിയ ദുരന്തമായി മാറിയ ഒരു വിഷയമാണ് പിശാച് ചില സാധാരണക്കാരായ ആളുകൾക്ക് ചില പ്രത്യേക പ്രദേശങ്ങളെ
ചില പ്രത്യേക തൂണുകളെ, ചില പ്രത്യേക സ്ഥലങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് തോന്നിപ്പിക്കുകയും ആ സ്ഥലങ്ങളിൽ വിളക്ക് കത്തിക്കാനും മഹത്വമുള്ള സ്ഥലങ്ങളായി പ്രഖ്യാപിക്കാനും അവിടെ ഏതോ ഒരു മഹാൻ ജീവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ വഫാത്തായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഉറക്കിൽ കണ്ടിട്ടുണ്ട് എന്ന് ഏതോ ഒരു ഉദ്ധരിക്കുന്ന വ്യക്തി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയായ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങളെ അലങ്കരിക്കുകയും അവിടെ മതിൽ കെട്ടുകയും സന്ദർശന തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഫയഫാലൂന ദാലിക ആ സ്ഥലങ്ങളെ അവർ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങുകയും വയുഹാഫിലൂന അലൈഹി ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അത്തരം വഴിപാടുകളുമായി മുന്നോട്ട് പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെയും അള്ളാഹു പഠിപ്പിച്ച നിർബന്ധമായ വിഷയങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളെ ആദരിക്കാനും അവിടെ അലങ്കരിക്കാനും കൂടി വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യം ഇത്തരം ചില ആളുകളുടെ വാക്കുകളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. വയലുന്നൂന അന്നവും മുതഖർരിബൂന ബിദാലിക ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെല്ലാം അള്ളാഹുലേക്ക് അടുക്കുകയാണ്, ഖുർബത്തുണ്ടാക്കുകയാണ്, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയാണ് നാം ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഈ സാധാരണക്കാരായ ആളുകൾ ഭാവിക്കുന്നത്. സുമ്മ യതജാവസൂന ഹാദാ ഇലാ അൻ യുഅല്ലമ വഖഉ തിൽകൽ അമാകിനി ഫീ ഖുലൂബിഹിം പിന്നീട് ആ സ്ഥലത്തിന് തന്നെ വലിയ മഹത്വമുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളുടെ മനസ്സുകൾ എത്തിച്ചേരുകയും ഫയുഅല്ലിമൂനഹ ആ സ്ഥലത്തിന് വലിയ മഹത്വം അവർ കൽപ്പിച്ചുകൊണ്ട് ആ സ്ഥലത്തെ ബഹുമാനിക്കുകയും വയർജൂന ഷിഫ അലി മർലാഹും അവിടെ പോയാൽ ജനങ്ങളുടെ രോഗം സുഖപ്പെടുമെന്നും വഖളായ ഹവാജിഹിം അവരുടെ ആഗ്രഹങ്ങളൊക്കെ വീടപ്പെടുമെന്ന് വിശ്വസിക്കുകയും പിന്നെതിരലഹും ആ സ്ഥലത്തോ അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടിയോ നേർച്ചയാക്കിയാൽ കാര്യങ്ങൾ സാധിക്കുമെന്നും രോഗം സുഖപ്പെടുമെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ചില ആളുകൾ പിഴച്ച വഴികളിലേക്ക് എത്തിപ്പോയിട്ടുണ്ട് എന്ന് അബൂ ശാമ റഹിമഹുല്ല വിവരിച്ചു തരികയാണ്. വഹിയ അത്തരം സ്ഥലങ്ങൾ നിംബൈനി ഒയൂനിൻ ചില തടാകങ്ങളുണ്ട്, വഷജരിൻ ചില മരങ്ങളുണ്ട്, വഹായിത്തിൻ ചില തോട്ടങ്ങളുണ്ട്, വഹജരിൻ ചില കല്ലുകളുണ്ട്. വഫി മദീനത്തി ദിമഷ്ക് പട്ടണത്തിൽ സാന അള്ളാഹു താല അള്ളാഹു ആ പട്ടണത്തെ സംരക്ഷിക്കട്ടെ മിൻദാലിക ഇത്തരം കാര്യങ്ങളെ തൊട്ട് ആ ദിമഷ്ക് പട്ടണത്തിലുണ്ട് മവാലി മുതഅദ്ദിദ ധാരാളം സ്ഥലങ്ങൾ ഉവൈനത്തുൽ ഹുമ്മ പനി തടാകം ഖാരിജ ബാബി തോമ കവാടത്തിൻ്റെ പുറത്തുള്ള പനിയുള്ള ആളുകൾക്ക് പനിമാറാനുള്ള ഒരു തടാകം വൽ ഉമൂദു അൽ മുഖല്ലഖു ദാഖില ബാബി സഗീർ ബാബു സഗീറിൻ്റെ ഉള്ളിലുള്ള തൂണ് വശജറത്തുൽ മൽഊനത്തുൽ യാബിസത്തു ഖാരിജ ബാബുൻ നസ്ർ ബാബുൻ നസറിന് പുറത്തുള്ള ഉണങ്ങിയ മരം ഫീ നഫ്സി ഖാറിഅത്തി തരീഖ് വഴി മധ്യത്തിലുള്ള സഖലല്ലാഹു ഖദഅഹ വജ്തിസാസഹ മിൻ അസ്ലിഹ ഈ മരത്തെ മുറിക്കലിനെയും അത് പെയ്തെറിയലിനെയും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്. ഫമാ അഷ്ബഹ ബിദാത്തി അൻവാത്ത് അൽ വാരിദത്തുൽ ഫിൽ ഹദീസി ഹദീസിൽ വന്ന ദാത്തു അൻവാത്തിനോട് എത്രമാത്രം സാദൃശ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അല്ലദീ റവാഹു മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത വോയിസിൽ വിവരിക്കാം.